Press the bell icon on the YouTube app and never miss another update. Hi friends, welcome to Tekky Tech. Tekky Tech like swagatham. Asus's latest phone Asus Zenfone Max Pro M1 ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. സോ ഇതാണ് ആ ഫോൺ. അതിൻ്റെ ബ്ലാക്ക് വേർഷനാണ് നമ്മുടെ ഉള്ളത്. 3GB വേരിയൻ്റ് ആണുള്ളത്, 32GB വേരിയൻറ്റ്. അത് 10,999 ആണ് ഇതിൻ്റെ റേറ്റ്. അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ബാറ്ററി ബാക്കപ്പ് ആണ്, പ്ലസ് ക്യാമറയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. Asus Zenfone Max Pro M1 വരുന്നത് 18:9 ഫുൾ വ്യൂ FHD+ ഡിസ്പ്ലേയിലാണ്. കൂടാതെ NXT സ്മാർട്ട് ഫോൺ ആംപ്ലിഫയർ എന്നൊരു സ്പീക്കർ ബോക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. $13 MB + 5 MB ഡ്യുവൽ റിയർ ക്യാമറയും 8 MB ഫ്രണ്ട് സെൽഫി ക്യാമറയുമാണ് ഇതിൻ്റെ സവിശേഷതകൾ. കൂടാതെ അടുത്ത 2 വർഷത്തേക്കുള്ള അപ്ഡേറ്റ്സ് ഈ ഫോണിൽ ലഭിക്കുമെന്ന് കമ്പനി ഉറപ്പാക്കിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 636 പ്രോസസ്സറുള്ള ഈ ഫോൺ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ വരുമ്പോൾ ആൻഡ്രോയിഡ് 8.1 ഒറിയോ ആണ്. $5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ മൊബൈലിനുള്ളത്. അതുകൊണ്ട് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഓപ്ഷൻസ് ആയിട്ട് ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്ക് ഓപ്ഷനും അവൈലബിൾ ആണ്. കൂടാതെ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് ഈ മൊബൈൽ കാഴ്ചവെക്കുന്നത്. HDR, പോർട്രേറ്റ്, സ്പോർട്സ്, ലാൻഡ്സ്കേപ്പ് എന്നീ ക്യാമറ മോഡ്സ് ഈ ഫോണിലുണ്ട്. കൂടാതെ പ്രോ മോഡ് ടൈപ്പായ ISO ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഇതിന് 3 കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതായത് 2 സിമ്മും പ്ലസ് ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാവുന്നതാണ്. ഈ 2 സിമ്മും 4G വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സൗണ്ട് ആൻഡ് വീഡിയോ ക്ലാരിറ്റി ഈ ബഡ്ജറ്റ് ഫോൺ മികച്ചതാണ്. ഏറ്റവും വലിയ പ്രത്യേകത നോച്ചാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് നോച്ച്. സോ ആ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ്. കൂടാതെ ഫേസ് അൺലോക്ക് ഉണ്ട്. ഫേസ് അൺലോക്ക് ഞാൻ യൂസ് ചെയ്തു. ഫേസ് അൺലോക്ക് യൂസ് ചെയ്ത് ഏറ്റവും സ്പീഡായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ലാഗിങ് ഒന്നുമില്ലാതെ ഹൈ എൻഡ് ഗെയിംസ് കളിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഹീറ്റിംഗ് ഇഷ്യൂസ് പറയത്തക്കതായിട്ട് ഈ ഫോണിൽ ഇല്ല. നമ്മളൊരു കമ്പാരിസൺ നോക്കാം Asus Zenfoneും Redmi Note 5 Proയും എങ്ങനെയുണ്ടെന്ന്. കാരണം എല്ലാവരും ഈ ഒരു 2 ഫോണിനെ കുറിച്ച് ഒരു കമ്പാരിസൺ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു വാട്സപ്പ് ടെക്കി ടെക് ഗ്രൂപ്പിൽ കൂടെ. ഇത് Redmi Note 5 Pro ആണ്, ഇത് Asus Max Pro M1. സോ ഇതിന് രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് കാണാം. സോ ഏകദേശം ഇതിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഏകദേശം ഒരേപോലെയാണ് നമുക്ക് കാണാം. ആൻഡ് പ്രോസസ്സർ ഒന്ന് തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് തന്നെയാണ് ഒരേ സൈസ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ ക്യാമറ സൈസ് ഡ്യുവൽ ക്യാമറയാണ് രണ്ടിനും. ബാക്ക് സൈഡിലാണ് ഡ്യുവൽ ക്യാമറ. കൂടാതെ ഇതിന് സി പോർട്ട് ചാർജിങ് ആണുള്ളത്. സി പോർട്ട് USB കേബിളാണ്. ഇത് നോർമൽ കേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹെഡ്സെറ്റ് താഴെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഡ്യുവൽ സിം ആണ്. അതിൽ 1 സിം 4G പ്ലസ് ഒരു ഹൈബ്രിഡ് സിം ആണ്. സോ ഇതിൽ ഡ്യുവൽ സിം പ്ലസ് 1 മെമ്മറി കാർഡാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ ഇതിൻ്റെ 2 ഫേസ് അൺലോക്ക് ഉണ്ട്, ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. ഫിംഗർ പ്രിൻ്റ് രണ്ടും ബാക്കിൽ തന്നെയാണ് അവർ യൂസ് ചെയ്തത്. ഇതിൻ്റെ ക്യാമറ ഡ്യുവൽ ക്യാമറയാണ്. ഞാനിത് 2 ഫോണും 2 ദിവസമായിട്ട് യൂസ് ചെയ്തു. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് സൂപ്പറാണ്. അതായത് 2 ദിവസം ചാർജ് ചെയ്യാതെ യൂസ് ചെയ്തിട്ട് 42% പിന്നെ എനിക്ക് ബാലൻസ് ആണ്. ഹെവി യൂസ് അല്ല, ഒരു ആവറേജ് യൂസ് ആണ് ചെയ്തത്. ഇതും അതേപോലെ ആവറേജ് യൂസ് ആണ് ഞാൻ ചെയ്തത്. അതും
ഒരു നല്ല ബാക്കപ്പ് കിട്ടി. അതായത് 4000 mAh, ഇത് 5000 mAh. സോ ഇതിൻ്റെ ചെറിയൊരു കമ്പാരിസൺ നമുക്ക് നോക്കാം. Asus Zenfone Max Pro M1ൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 8.1 അതായത് ഒറിയോയും റെഡ്മി നോട്ട് 5 പ്രോയുടെ ആൻഡ്രോയിഡ് നോഗറ്റ് ആണ്, അതായത് ആൻഡ്രോയിഡ് 7 ആണ്. റെഡ്മി നോട്ട് 5 പ്രോയിൽ കൂടുതൽ ക്യാമറ ഫീച്ചേഴ്സും മോഡ്സും അവൈലബിൾ ആണ്. എന്നാൽ സെൻഫോൺ മാക്സ് പ്രോ M1ൽ UI കുറച്ച് ഓൾഡ് സ്റ്റൈലാണ്. കൂടാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സുഖമില്ലാത്തൊരു UI ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഫേസ് അൺലോക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സെൻഫോൺ മാക്സ് പ്രോ M1നേക്കാൾ ബെറ്റർ അൺലോക്ക് സ്പീഡ് റെഡ്മി നോട്ട് 5 തരുന്നുണ്ട്. ക്യാമറ ക്ലാരിറ്റിയിൽ വ്യത്യാസമുണ്ട്, എന്നാൽ സെൻഫോൺ ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങൾ ക്യാമറ കൂടുതൽ നോക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 5 പ്രോയിലോട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ രണ്ട് ഫോണിൻ്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ രണ്ട് ഫോണും വാല്യൂ ഫോർ മണി തന്നെയാണ്. കൂടാതെ ഗെയിമിങ്ങിൽ രണ്ട് മൊബൈലും മികച്ചത് തന്നെയാണ്. സോ ഇന്ന് നമ്മൾ Asus Zenfoneന്റെ റിവ്യൂ കണ്ടു, കൂടാതെ നമ്മുടെ കമ്പാരിസണും കണ്ടു. സോ ഈ രണ്ട് ഫോണിൻ്റെ ആ ഒരു ബഡ്ജറ്റിന് ആ രണ്ട് ഫോണും ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ വേരിയേഷൻ ഉണ്ട്, ക്യാമറ, അങ്ങനെ ബാറ്ററി ബാക്കപ്പ്, അല്ലാതെ വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷെ നമ്മളത് ബഡ്ജറ്റിൻ്റെ കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും സബ്സ്ക്രൈബുമാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ളൊരു എനർജി തരുന്നത്. കൂടാതെ ഈ ഫോൺസ് ഒന്നും എനിക്ക് കമ്പനി ഡയറക്റ്റായിട്ട് തരുന്നതല്ല. കുറേ പേര് എന്നോട് ചോദിച്ചു കമ്പനി തരുന്നതാണോ എന്ന്. ഇത് കമ്പനി തരുന്നതല്ല, എൻ്റെ ഫ്രണ്ട്സ് മേടിച്ച് അങ്ങനെ എനിക്ക് കിട്ടുന്നതാണ്. സോ അങ്ങനെയാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. മുന്നോട്ടുമുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ് എനിക്ക് നിങ്ങളുടെ വ്യൂസിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് വ്യൂസ്, ലൈക്സ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ആണ്. സോ നമ്മുടെ ചാനൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു. ഒരു 100+ വേണം ഇനി. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.